ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടുള്ള SFI മാർച്ചിന് മുന്നോടിയായി സ്കൂൾ പ്രിൻസിപ്പൽമാർക്ക് നിർദ്ദേശവുമായി തിരുവനന്തപുരം സിറ്റി പോലീസ്. പ്രായപൂർത്തിയാകാത്തവരെ മാർച്ചിൽ പങ്കെടുക്കാൻ അനുവദിക്കരുത് എന്നാണ് നിർദ്ദേശം. മാർച്ച് നടക്കുന്ന ദിവസം കുട്ടികളുടെ ഹാജർ കൃത്യമായി പരിശോധിക്കണം. മാർച്ചിൽ പങ്കെടുക്കുന്നതിനായി വിദ്യാർത്ഥികൾക്ക് അവധി അനുവദിക്കാൻ പാടില്ലെന്നും നിർദ്ദേശം. സ്കൂൾ കോമ്പൗണ്ടിനുള്ളിൽ രാഷ്ട്രീയ പ്രവർത്തനം നടക്കുന്നില്ല എന്ന് അധ്യാപകർ ഉറപ്പാക്കണമെന്നും പോലീസ് നിർദ്ദേശം. വിശദാംശങ്ങളുമായി ഹാൻസ് ആണ് ചേരുന്നത്. ഹാൻസ്, ഈ വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ SFI അടക്കം നടക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ മാർച്ചിലേക്ക് പങ്കെടുക്കരുത് എന്നുള്ളത് അത്തരം മാനദണ്ഡങ്ങൾ ഉള്ളതാണ്. അതിലാണ് ഇപ്പോൾ പോലീസിന്റെ കർശനമായിട്ടുള്ള ഒരു നിർദ്ദേശം കൂടി വന്നിരിക്കുന്നത്. അതേ സ്വാതി, ഇന്ന് രാവിലെ 11 മണിക്ക് ശേഷമാണ് SFIയുടെ നേതൃത്വത്തിൽ ലോക്ഭവനിലേക്ക് അവകാശ പത്രിക മാർച്ച് സംഘടിപ്പിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനാണ് ഈ പരിപാടിയുടെ ഉദ്ഘാടനം. നിരവധി വിദ്യാർത്ഥികൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് ഇതിനോടകം തന്നെ SFI സംസ്ഥാന നേതൃത്വം അറിയിച്ചിരുന്നു. ഇതിനു മുന്നോടിയായിട്ടാണ് തിരുവനന്തപുരം സിറ്റി പോലീസിന്റെ ഭാഗത്തു നിന്ന് തലസ്ഥാനത്തെ സ്കൂൾ പ്രിൻസിപ്പൽമാർക്ക് കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സ്വാതി പറഞ്ഞതുപോലെ തന്നെ ഈ രാഷ്ട്രീയ പാർട്ടികളുടെ പരിപാടികളിലും മാർച്ചുകളിലും വിദ്യാർത്ഥികളെ, പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥികളെ പങ്കെടുപ്പിക്കരുതെന്ന് കർശന നിർദ്ദേശമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് നിയമങ്ങളുമുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നതെന്നാണ് തിരുവനന്തപുരം സിറ്റി പോലീസ് അറിയിച്ചിരിക്കുന്നത്. പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥികൾ ഈ മാർച്ചിൽ പങ്കെടുക്കാൻ അനുവദിക്കരുത്. വിദ്യാർത്ഥികൾ ക്ലാസ്സിൽ എത്തിയിട്ടുണ്ടോ എന്ന് കൃത്യമായി അധ്യാപകർ പരിശോധിക്കണം. അവരുടെ ഹാജർ കൃത്യമായി പരിശോധിക്കണം. ഒപ്പം തന്നെ ഈ ക്ലാസ് ഇടക്ക് ബഹിഷ്കരിക്കുന്നത് വിലക്കണം. ഏതെങ്കിലും തരത്തിൽ സ്കൂൾ കോമ്പൗണ്ടിനുള്ളിൽ രാഷ്ട്രീയ പ്രവർത്തനം നടക്കുന്നില്ല എന്ന് അധ്യാപകർ ഉറപ്പാക്കണം. മാർച്ചിൽ പങ്കെടുക്കുന്നതിനായി വിദ്യാർത്ഥികൾ ഏതെങ്കിലും തരത്തിലുള്ള അവധി അപേക്ഷ നൽകിയിട്ടുണ്ടെങ്കിൽ അത് അംഗീകരിക്കാൻ പാടില്ല. ഏതെങ്കിലും തരത്തിൽ ഈ നൽകിയിരിക്കുന്ന നിർദ്ദേശം ലംഘിക്കുകയാണെങ്കിൽ ബന്ധപ്പെട്ട സ്കൂൾ അധികൃതർക്കെതിരെ ജുവനൈൽ ജസ്റ്റിസ് നിയമപ്രകാരം നിയമ നടപടികൾ സ്വീകരിക്കുമെന്നാണ് തിരുവനന്തപുരം സിറ്റി പോലീസ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. സ്വാതി. ശരി ഹാൻസ്.